ഒരു നാൾ വൈകി മാത്രമേ എമ്പുരാൻ വരൂ. നമ്മൾ ഇന്നലെ സംസാരിച്ചതാണ്. ഇന്നലെ നമ്മൾ പുറത്തുവിട്ട വാർത്തയാണ് എമ്പുരാനിൽ എത്രയാണ് കട്ടുള്ളത്. നമ്പർ കട്ടല്ല, സമയം 2 മിനിറ്റും 8 സെക്കൻഡ് അത്ര മാത്രമേ ഉള്ളൂ. പല രീതിയിലുള്ള കഥകൾ പ്രചരിച്ചു. 20 മിനിറ്റ് തന്നെ ഇല്ലാതാണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, 2 മിനിറ്റും 8 സെക്കൻഡുമാണ് എന്നാണ് ഇന്നലെ റഹീസ് റഷീദ് റിപ്പോർട്ട് ചെയ്തത്. കഥയുടെ ഉള്ളടക്കത്തെ അത്ര ബാധിക്കുന്ന കാര്യം അങ്ങനെ കഴിയില്ല ആ സിനിമ എഡിറ്റ് ചെയ്ത് മാറ്റാൻ. വിവാദ ഭാഗങ്ങൾ മുറിച്ചു നീക്കിയ എമ്പുരാൻ തിയേറ്ററുകളിലെത്താൻ 1 ദിവസം കൂടി എടുത്തേക്കും. ചിത്രത്തിന്റെ റീസെൻസറിംഗ് ഞായറാഴ്ച പൂർത്തിയായെങ്കിലും എഡിറ്റിംഗും മാസ്റ്ററിങ്ങും പൂർത്തിയാക്കാൻ സമയമെടുക്കും എന്നുള്ളതാണ് കാരണം. എഡിറ്റിംഗിന് ശേഷം ഹൈദരാബാദിൽ നടൻ നാഗാർജുനയുടെ ഉടമസ്ഥതയിലുള്ള അന്നപൂർണ സ്റ്റുഡിയോയിൽ മാസ്റ്ററിംഗ് ജോലികൾ പുരോഗമിക്കുകയാണ്. ഇതിന്ന് പൂർത്തിയായേക്കും. തുടർന്ന് തിയേറ്ററുകളിലേക്ക് അപ്ലോഡ് ചെയ്യും. ഇന്നലെ വൈകിട്ടോടെ റീസെൻസർ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നായിരുന്നു അണിയറ പ്രവർത്തകർ ആദ്യം അറിയിച്ചിരുന്നത്. ഈ ചിത്രത്തിൽ നിന്ന് 2.3 മിനിറ്റ്, അതിപ്പോൾ 2.8 മിനിറ്റ് ആണ് ചിത്രം നീക്കം ചെയ്തിട്ടുള്ളത്. മാസ്റ്ററിംഗ് പൂർത്തിയാക്കി അപ്ലോഡ് ചെയ്യുന്ന പ്രിന്റ് 90% തിയേറ്ററുകളുടെയും സെർവറിലേക്ക് അതിവേഗ ഇന്റർനെറ്റ് മുഖേനയാണ് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് സാങ്കേതികമായിട്ടുള്ളൊരു തടസ്സം കൂടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം ഇല്ലാത്ത തിയേറ്ററുകളിൽ സിനിമ കോപ്പി ചെയ്ത ഹാർഡ് ഡിസ്ക് വാഹനത്തിൽ എത്തിക്കണം. അങ്ങനൊരു പ്രശ്നം കൂടി. അപ്പം എന്തായാലും സിനിമ 200 കോടിയിലേക്ക് കടന്നു അല്ലേ 5 ദിവസം കൊണ്ട്.